ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ഓയിലി ഫ്ലോർ ഷുഡ് ബി ക്ലീൻഡ് ബൈ ഡാഷ്. അതായത് ഓയിലി ആയിട്ടുള്ള ഫ്ലോർ ക്ലീൻ ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് പുട്ടിങ് സോഡസ്റ്റ്, അതായത് മരപ്പൊടി ഇട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ഫാക്ടർ കേസ്ഡ് ബൈ ഫയർ. ഫയർ ഉണ്ടാകുന്ന 3 കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അതായത് ഫ്യൂല് വേണം, ഹീറ്റ് വേണം, ഓക്സിജൻ വേണം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ആർ ടു ബി ക്യാരിഡ് ഔട്ട് ഓപ്പറേറ്റർ മസ്റ്റ് ബി വിയർ ഡാഷ്. അതിൻ്റെ ഉത്തരം സേഫ്റ്റി ഗൂഗിൾസ് ആണ്, കണ്ണട ഇടണം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളർ കോഡ് ഓഫ് ബിൻസ് യൂസ്ഡ് ഇൻ വർക്ക്ഷോപ്പ് ഫോർ സെഗ്രിഗേഷൻ പേപ്പേഴ്സ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ബ്ലൂ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്ലാസസ് ഓഫ് ഫയർ കേസ്ഡ് ബൈ വുഡ്, പേപ്പർ, ക്ലോത്ത്. ഇത് ഏതാണ്? ഫയർ ക്ലാസ് എ ഫയർ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലെയിമബിൾ ലിക്വിഡ് ഫയർ ഓക്കേഴ്സ് വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷർ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ. അതിൻ്റെ ഉത്തരം ഫോം ടൈപ്പ് എക്സ്റ്റിങ്വിഷറാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എ ഡിനോട്ട് ഇൻ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്. അത് എ എന്താണ് ഡിനോട്ട്, ABC ഫസ്റ്റ് എയ്ഡിൽ എ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അതിന് എയർവേ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ദി പ്രോസസ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ ദി മെറ്റീരിയൽ ഇൻ ടു ഓർഗാനിക് കമ്പൗണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് മാനുവർ ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം കമ്പോസിങ് എന്നാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇൻഡസ്ട്രി വിച്ച് വൺ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഷിഫ്റ്റിംഗ് മൂവിങ് ഹെവി എക്യുപ്മെൻറ്റ്. അതിൻ്റെ ഉത്തരം കൺവെയർ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. ദി വേർഡ് മീനിങ് ഫ്രീഡം ഫ്രം പ്രൊട്ടക്ഷൻ ഫ്രം ഹേം, ഡേഞ്ചർ, ഹസാർഡ്, റിസ്ക്, ആക്സിഡൻറ്റ്, ഇഞ്ചുറി ഓർ ഡാമേജ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം സേഫ്റ്റി എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം ഈസ് ഡാഷ്. SI സിസ്റ്റത്തിൽ ലെങ്ത്തിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ലെങ്ത് എപ്പോഴും മീറ്ററിലാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മൈക്രോ മീനിങ് ഹൗ മച്ച് മില്ലിമീറ്റർ. ഒരു മൈക്രോൺ എത്ര മില്ലിമീറ്റർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര? 0.001 മില്ലിമീറ്റർ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൈബർ ആർ മെയ്ഡ് ഔട്ട് ഓഫ് വിച്ച് മെറ്റീരിയൽ. സ്ക്രൈബർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ഓഫ് ദി പിക് പഞ്ച് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്സ് നീഡ് ടു പൊസിഷൻ ഡിവൈഡർ ആർ ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ പിക് പഞ്ച് ഉണ്ടല്ലോ, ഈ പിക് പഞ്ചിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ്. പിക് പഞ്ചിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ആൻഡ് സെറ്റിംഗ് ഓഫ് ആംഗിൾ. അതിൻ്റെ ഉത്തരം സൈൻ ബാർ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ദി വെർനിയർ ബിവർ പ്രൊട്ടക്ടർ ഈസ് എ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് മീൻ ഫോർ മെഷറിംഗ് ആംഗിൾ ടു ആൻഡ് അക്യുറസി ഓഫ്. വെർനിയർ ബിവർ പ്രൊട്ടക്ടറിൻ്റെ അക്യുറസി എത്ര അറിയോ? 5 മിനിറ്റ്സ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ദി നെയിം ഓഫ് ദി പാർട്ട് ഓഫ് വെർനിയർ ഹൈറ്റ് ഗേജ് ഇൻ വിച്ച് ദി മെയിൻ സ്കെയിൽ ആർ ഗ്രാജുവേറ്റഡ് ആൻഡ് വേരിയസ് അറ്റാച്ച്മെൻറ്റ് മേ ബി ക്ലാംപ്ഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ വെർനിയർ ഹൈറ്റ് ഗേജിനകത്തുണ്ടല്ലോ, അതിൻ്റെ മെയിൻ സ്കെയിലും ബാക്കി എല്ലാ പാർട്സുകളും ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എവിടെയാണ്? അതിൻ്റെ ബീമിനകത്താണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇൻ ഇൻഡസ്ട്രി വർക്ക്ഷോപ്പ് വിച്ച് ഗൈഡ് സ്ലിപ്പ് ഗേജ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ്. അതിനുത്തരം ഗ്രേഡ് 0 അക്യുറസി ഉള്ളതാണ് ഇൻസ്പെക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ഫോർ കൊറോഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻ സർഫസ് ഫിനിഷ് ക്ലീൻ ദി സ്ലിപ്സ് വിത്ത് കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് അപ്ലൈ ഡാഷ്. അതിൻ്റെ ഉത്തരം പെട്രോളും ജെല്ലിയും കൂടി ആഡ് ചെയ്താണ് ഇടുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് മൈക്രോമീറ്റർ ഈസ് ഡാഷ്. മൈക്രോമീറ്ററിന് ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01 mm. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയൽസ് ആർ ജനറലി യൂസ്ഡ് ഫോർ മെറ്റൽ റിമൂവിംഗ് പർപ്പസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് ട്രൂ എബൌട്ട് ദ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് ഹാൻഡ് ഫയൽ. അതായത് ഹാൻഡ് ഫയലിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. It is a rectangular cross section. It is edge are parallel around 60% of its length. One edge is uncut. One face is uncut. അതിൻ്റെ ഉത്തരം 1ഉം 3ഉമാണ് ശരി.
അതായത് റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷൻ ശരിയാണ്, 1 എഡ്ജ് അൺകട്ടാണ്. ഈ 1, 3 മാത്രമേ ബാക്കിയുള്ള തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാമേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ നെയിൽ പുള്ളിങ് ആക്ഷൻ? അതായത് ആണിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമേഴ്സ് ഏത് എന്നാണ്. എൻ്റെ ക്ലോ ഹാമറാണ് അതിനോട് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് മെറ്റൽ ഫ്രം ബി ഷേപ്ഡ് ഗ്രൂവ് വിത്ത് ആൻ ഇൻക്ലൂഡഡ് ആംഗിൾ 15 ഡിഗ്രി? അതിൻ്റെ ഉത്തരം നൈഫ് എഡ്ജ് ഫയലാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂട്ട് ഈസ് ദ പാർട്ട് ഓഫ് ഡ്രിൽ ബിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബൌട്ട് ഫ്ലൂട്ട്? അതായത് ഈ ഫ്ലൂട്ട് എന്ന് പറയുന്നത് ഡ്രിൽ ബിറ്റിൻ്റെ ഒരു ഭാഗമാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലൂട്ടിന് ഫ്ലൂട്ട്സ് ആർ ഹെൽപ്പ് ടു ഫ്രം ദ കട്ടിംഗ് എഡ്ജ്. ഫ്ലൂട്ട്സ് ഹെൽപ്പ് ടു ചിപ്പ് റിമൂവൽ പ്രോസസ്. ഫ്ലൂട്ട് ഹെൽപ്പ് ടു ഫോർ കൂൾ ആൻഡ് ഫ്ലോ. ഫ്ലൂട്ട് ഹെൽപ്പ് ഫോർ ഇംപ്രൂവ് ദി സ്ട്രെങ്ത് ഓഫ് ദ ഡ്രിൽ. അതിൻ്റെ ഉത്തരം ഈ 1, 2, 3 പറഞ്ഞ് ശരി, 4ാമത്തെ തെറ്റാണ്. സോ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി മെറ്റൽ ഈസ് ജനറലി യൂസ്ഡ് ഫോർ മേക്കിംഗ് സർഫസ് പ്ലേറ്റ്? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സർഫസ് പ്ലേറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് അത്? ഗ്രേ കാസ്റ്റ് അയൺ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി യൂസ് ഓഫ് എ ഡൈനട്ട്? അതായത് ഡൈനട്ടിൻ്റെ ആവശ്യകത, അതായത് യൂസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫോർ റീകണ്ടീഷനിങ് ഡാമേജ്. ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോമൺലി അവൈലബിൾ മാർക്കിംഗ് ആക്ഷൻ? പെട്ടെന്ന് ഉണങ്ങുകയും വേണം, വ്യത്യസ്തമായ മാർക്കിങ്ങിൽ വ്യത്യസ്തമായ കളർ യൂസ് ചെയ്യാൻ പറ്റുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സെല്ലുലസ് ലാക്കറാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് വർക്ക് പീസ് ഫോർ വേരിയസ് ഓപ്പറേഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈസ് ഹാസ് ഓൺലി എ ലൈൻ കോണ്ടാക്ട് ഒക്കേഴ്സ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ജോബ് പ്ലേറ്റ് ഇൻസേർട്ട് ഓഫ് ദ സർഫസ് കോണ്ടാക്ട്? അതിൻ്റെ ഉത്തരം ലെഗ് വൈസ്. ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ലിമിറ്റ് ഗേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ ചെക്കിംഗ് ദി വിഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കുലർ പ്രിസം? അതായത് റെക്ടാങ്കുലർ പ്രിസത്തിൻ്റെ വിഡ്ത്ത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിമിറ്റ് ഗേജ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? സ്നാപ്പ് ഗേജാണ് അതിനോട് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹോൾ ഈസ് പാർട്ട് ഓഫ് ഹാമർ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഐ ഹോൾ? അതായത് നമ്മുടെ ഐ ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാമറിൻ്റെ ഒരു ഭാഗമാണ്. ഐ ഹോളിൻ്റെ ഷേപ്പ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഇറ്റ് ഈസ് ആൻ ഓവൽ ഷേപ്പ് ടാപ്ഡ് ഹോൾ വിത്ത് ആൻ ഇൻക്രീസ്ഡ് ഡയമീറ്റർ ഫ്രം സെൻറ്റർ ടുവേർഡ്സ് ഇറ്റ് എൻഡ്. അതായത് ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറയുന്നതാണ് അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഐ ഹോൾ ഉണ്ടല്ലോ, ഐ ഹോളിൻ്റെ സെൻറ്ററിൽ ചെറിയ ഡയമീറ്ററാണ്. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതോറും ഡയമീറ്റർ എന്ത് ചെയ്യും? ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ സൈഡിന് ഡയമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും ഡയമീറ്റർ കൂടിക്കൊണ്ടിരിക്കും. നടുക്കിൽ ഡയമീറ്റർ കുറവായിരിക്കും, ഈ 2 സൈഡിലും ഡയമീറ്റർ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റൽ ഹാസ് ദി ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്? ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിലുള്ള മെറ്റീരിയൽ ഏത് എന്നാണ് താഴെ തന്നിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഏതാണ്? ഹൈ കാർബൺ സ്റ്റീലാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ വിച്ച് ഫാൾസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് ടെൻസൈൽ ലോഡ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ? അതിൻ്റെ ഉത്തരം ക്രീപ്പാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫർണസ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കാസ്റ്റ് അയൺ? കാസ്റ്റ് അയൺ നിർമ്മിക്കുന്ന ഫർണസ് ഏതാണ്? കാസ്റ്റ് അയൺ കുപ്പോള ഫർണസ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലിംഗ് ഈസ് എ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. ഇൻ അനലിംഗ് വാട്ട് ഈസ് ദി ഹീറ്റിംഗ് റേഞ്ച് ഓഫ് സ്റ്റീൽ ഹാവിംഗ് 0.9% കാർബൺ? അതിനുത്തരം 15 ഡിഗ്രി എബോ LCT, അതായത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ കേസ് ഓഫ് സ്ട്രേറ്റ് പൊളാരിറ്റി? അതിൻ്റെ ഉത്തരം എ ആണ്. 66% ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ വർക്ക്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫില്ലറ്റ് വെൽ നോമൻക്ലേച്ചർ വാട്ട് യു മീൻ ബൈ ത്രോട്ട് തിക്നെസ്? അതിൻ്റെ ഉത്തരം it is the distance between the root of well to the line joining two tone. B ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following rivet is used where the projection of the rivet head above the assembly surface must be avoided? അതിൻ്റെ ഉത്തരം കൗണ്ടർ സിങ്ക് ഹെഡ് റിവറ്റ്. സി ആണ് കറക്റ്റ് ആൻസർ.
counter shunt head riveted. Next question, which one of the following power source is used in arc welding where electricity is not available? അതായത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആർക്ക് വെൽഡിങ് സാധ്യതയിരിക്കുന്നത് എന്ത് പവർ സോഴ്സിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സാധാരണ ജനറേറ്റർ സെറ്റിൻ്റെ സഹായത്താലാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു അൺഈവൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് മെറ്റൽ? അതിൻ്റെ ഉത്തരം നോർമലൈസിങ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് നൈട്രേറ്റിംഗ് പ്രോസസ്? അതിൻ്റെ ഉത്തരം അമോണിയ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഞ്ചിൻ ഹാവിംഗ് സ്പാർക്ക് ഇഗ്നിഷൻ ആർ ഗവർണഡ് ബൈ ഡാഷ്? അതിൻ്റെ ഉത്തരം ക്വാണ്ടിറ്റേറ്റീവ് ഗവർണിംഗ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ 4-stroke എഞ്ചിൻ ദി വർക്കിംഗ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ബൈ ഡാഷ് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്? അതിൻ്റെ ഉത്തരം 2. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കംപ്രഷൻ പ്രോസസ് ഇൻ എ ഡീസൽ എഞ്ചിൻ ഈസ് ഡാഷ്? കംപ്രഷൻ പ്രോസസ് ഡീസൽ എഞ്ചിൻ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻറ്റ് പ്രഷർ സിസ്റ്റമാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്യാം ഷാഫ്റ്റ്? ക്യാം ഷാഫ്റ്റ് ഏത് മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്? അത് ഫോർജ്ഡ് അലോയ് സ്റ്റീൽ കൊണ്ട്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിസ്റ്റൺ ആൻഡ് കണക്റ്റിംഗ് റോഡ് ജോയിൻ ബൈ യൂസിങ് ഡാഷ്? അതായത് പിസ്റ്റനും കണക്റ്റിംഗ് റോഡ് നമ്മൾ ജോയിനുകൾ യൂസ് ചെയ്യുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഗഡ്ജൻ പിന്നാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലച്ച്? ക്ലച്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഫ്രിക്ഷനാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ത്രോട്ടിൽ വാൾവ് ഇൻ കാർബുറേറ്റർ? അതായത് കാർബുറേറ്ററിനകത്തുള്ള ത്രോട്ടിൽ വാൾവിൻ്റെ പർപ്പസ് എന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കൺട്രോൾ എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻ ടു ദി എൻജിൻ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി വർക്കിംഗ് സൈക്കിൾ ഓഫ് കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ? കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ്റെ വർക്കിംഗ് സൈക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഡീസൽ സൈക്കിളാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കംപ്രഷൻ റേഷ്യോ ഓഫ് പെട്രോൾ എൻജിൻ? പെട്രോൾ എൻജിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? 6 മുതൽ 11 വരയ്ക്ക്. സി ആണ് കറക്റ്റ് ആൻസർ. 6:1 to 11:1 വരയ്ക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഷ് ചാർജ് ഇൻ ദി സിലിണ്ടർ ഓഫ് എ 2-stroke എൻജിൻ എൻറ്റേഴ്സ് ഇൻ സിലിണ്ടർ ബൈ ഡാഷ്? അതായത് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ 2-stroke എൻജിനുകളിൽ ഫ്രഷ് ചാർജ് ഉണ്ടല്ലോ, അത് സിലിണ്ടറിലോട്ട് എൻ്റർ ആകുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ട്രാൻസ്ഫർ പോർട്ടിൻ്റെ സഹായത്താലാണ് എൻ്റർ ആകുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ.